ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ ഉണ്ടായിട്ടില്ല, ആദ്യമായിട്ട് ഞാൻ പ്ലെയിനിൽ കയറാം. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെന്നൈക്ക് പോവാണ്. അപ്പോൾ പരമാവധി വ്ളോഗ് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ചെന്നൈ വ്ളോഗായിരിക്കും. അപ്പോൾ കാണാം. ഹലോ ഗൈസ്, ചെക്കിനും സെക്യൂരിറ്റി ചെക്കിനും ഒക്കെ കഴിഞ്ഞ് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കാനേ ഒട്ടും. എന്താ പറയാനുള്ളതെന്നോ, മഴയുടേതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം, അതുകൊണ്ട് ചെറിയ ചെടിക്ക് വേദന, വേറെ പ്രശ്നങ്ങളൊന്നും അതല്ലല്ലോ ചേച്ചി. ട്രിപ്പിനെ പറ്റി എന്താ പറയാ? ട്രിപ്പിനെ പറ്റി നമ്മളിപ്പോൾ ഇങ്ങോട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ, എന്നിട്ട് പറയാം. കാണി എന്നെ കൂടി ശരിക്കും എനിക്ക് വെളിയിലിറങ്ങിയ പിന്നെ കഴിക്കുന്നതിനോട് വലിയൊരു യോജിപ്പുള്ളതാണ്. എനിക്ക് പേടിയാണ്. മിറർ കണ്ടാലൊരു ഔട്ട്ഫിറ്റ് ചെക്ക്, അത് നിർബന്ധമാണ്. ഈ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിലൊരു എംബളം ഉണ്ട്. ഫ്രണ്ട്സ് ലവേഴ്സ് ആയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചതൊക്കെ, വേറെ എന്തൊക്കെയോ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ, കറക്റ്റ്. എന്താ അമ്മ ഫസ്റ്റ് ഫ്ലൈറ്റ് പറയാനുള്ളത്? അങ്ങനെ ഒരു സന്തോഷം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ പ്ലെയിനിൽ കയറുന്നു. അതിൻ്റെതായിട്ടുള്ള എന്തായാലും ഒരു എക്സൈറ്റ്മെന്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. ഇന്റർനാഷണൽ പോകേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ ഡൊമസ്റ്റിക് ആദ്യം അങ്ങായില്ലേ. സാറില്ല, എപ്പോഴും നമ്മൾ നമ്മുടെ നാടിനെ ആദ്യമേ. പിന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി പറയേണ്ടത്, നമുക്ക് ആദ്യമേ എല്ലാത്തിനോട് ഒരു പേടി തോന്നുമല്ലോ. ആ സാധനം എയർപ്ലെയിനോട് കണക്ട് ചെയ്യുന്നത് കണ്ടോ? സാധാരണ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചിലപ്പോൾ ബസ്സിന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് പ്ലെയിനിൽ കയറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിനിന്റെ ഡോറുമായിട്ട് ആ സാധനം ഇങ്ങനെ കണക്ട് ചെയ്യും. എന്നിട്ട് അതിനകത്തൂടെ നടന്ന് നമ്മൾ നേരെ പ്ലെയിനകത്തായിരിക്കും കയറുക. മനസ്സിലായി? നമ്മൾ ലൈക്ക് പാസഞ്ചേഴ്സ് ഗ്രൗണ്ടിൽ ബാക്കി പറ. അപ്പോൾ അത് ഇന്നലെയൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ആ പേടിയുടെ ഒരു എന്താ പറയുക 80% മാറി. ഈ ബാക്കി അതൊക്കെ കയറിയിട്ട് ഇപ്പം മോൻ പറഞ്ഞു ഇതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടർബുലൻസ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ അത് ചിലപ്പോൾ അറിയുണ്ടാവില്ല. ചിലപ്പോൾ പേടിയുടെ നമ്മളത് അറിയില്ലായിരിക്കും. അമ്മ ചുമന്നിരിക്കുന്നത്, കണ്ണിൽ കൺമശയൊക്കെ പടർന്നിരിക്കും. കുറച്ച് കൺമശ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് എന്താണെന്നറിയോ? അപ്പോൾ കുറച്ച് ഇതായിക്കട്ടെ. കുട്ടൻ്റെ അടുത്ത് പിന്നെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചക്രക്കുട്ടൻ അങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അമ്മനെ പോലെയല്ലല്ലോ. അല്ല, എന്നാലും ഒരു പ്രാവശ്യമാണെങ്കിലും മോനൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അമ്മനെ പോലെയല്ലല്ലോ. അമ്മ ലൈഫിൽ ആദ്യമായിട്ട് പോവുമല്ലേ. അപ്പോൾ അമ്മയുടെ ആ ഒരു ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും സന്തോഷം. ഫസ്റ്റ് ടൈം ഞാൻ പോകുമ്പോഴും ഈ സെക്യൂരിറ്റി, ഞാൻ വിചാരിച്ച എയർപോർട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവം, ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെയാണ്. ലൈക്ക് ഡൊമസ്റ്റിക്കിലുള്ള അത്രയും പോലും ഞാൻ ഇന്റർനാഷണലിൽ കണ്ടില്ല ചെക്കിങ്. അതുകൊണ്ട് പിന്നെ ഞാനെന്തൊരു കാര്യം പറയട്ടെ, ഞാൻ ഓർക്കുമായിരുന്നു പണ്ടിങ്ങനെ പറന്ന് ആകാശത്തോടെ എപ്പോഴും പോകുമ്പോൾ താഴെയുള്ളതൊക്കെ കാണാമായിരിക്കും എന്നൊക്കെ. എനിക്ക് അങ്ങനെ അത്ര അതിനെ പറ്റി അറിയുള്ളൂ. രാത്രിയാണെങ്കിൽ പിന്നെയും കുറച്ച് ലൈറ്റും കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് മേഘങ്ങൾ മാത്രമേ കാണൂ, അല്ലാതെ സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. ഒരു ഡ്രോണില്ല, ഡ്രോണെല്ലാം മുകളിൽ പോയിട്ട് എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ഒരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യം നമ്മൾ പല ഇതല്ലേ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, എനിക്ക് കാല് വളഞ്ഞാൽ നോക്കിക്കും മയൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇത് കിടന്നിട്ട് വല്ല അലക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോശമല്ലേ. എല്ലാവരും ഓർക്കില്ല ഏത് കാട്ടുപ്രദേശത്തും
കയറി വന്നിരിക്കുന്ന ഒരു പെണ്ണുപിള്ളയായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചൊരു എക്സ്പീരിയൻസ് കൂടുതലുണ്ടെങ്കിലും ടേക്ക് ഓഫ് ചെയ്തപ്പോൾ അമ്മയെക്കാട്ടിലും കൂടുതൽ പേടിച്ചത് ഞാനാണെന്ന് തോന്നുന്നു. എനിക്ക് ഹൈറ്റ് നല്ല പേടിയാണ്, മേ ബി അതുകൊണ്ടായിരിക്കും. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എനിക്ക് അടിവയറ്റിൽ എന്തോ പോലെയൊക്കെ തോന്നും. കയറിയപ്പോൾ തന്നെ അവർ നമുക്കൊരു സ്നാക്ക് കോംബോ തന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വിശന്നിരുന്നതുകൊണ്ട് തന്നെ അത് ആക്ച്വലി ഹെൽപ്ഫുള്ളായി. ഒരു കുക്കി, പിന്നെ ഒരു ക്രാക്കേഴ്സ് പോലെയും പിന്നെ ഈ മാംഗോ ജ്യൂസും ഒക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ വിത്തിനൊരു 1.5 hours നമ്മൾ ചെന്നൈ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഊബർ വിളിക്കാൻ വേണ്ടി പിക്കപ്പ് പോയിന്റിൽ കൊണ്ടുവിടാനുള്ള ബഗ്ഗി സർവീസാണ്. എയർപോർട്ടിലെത്തി നമ്മൾ. നമ്മൾ ഊബർ വിളിക്കുന്നതിന് പകരം മെട്രോ ആണ് എടുത്തത്. അമ്മ ഇതുവരെ മെട്രോയിലും കയറിയിട്ടില്ല, അപ്പോൾ എല്ലാം ഒരു വെടിക്ക് അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ആക്ച്വലി ചെന്നൈ വ്ളോഗ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ഇതൊരു ഫസ്റ്റ് ഫ്ലൈറ്റ് വ്ളോഗായി പോയി. അപ്പോൾ ബാക്കി ചെന്നൈ വ്ളോഗ് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. അപ്പോൾ ബൈ ബൈ.